പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 10 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ചൊതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ,
കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നീക്കുവാവേ. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ആൾക്കാരുടെ ആധ്യാത്മികതയില്ലേ, എനിക്കത് വളരെ പൂർവികരെക്കാളും വളരെ സത്യസന്ധമായ ആധ്യാത്മികത എന്നുള്ളത്. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, പൂർവികർക്ക് ബൈബിള് അധിഷ്ഠിതമായിട്ടുള്ള ആധ്യാത്മികത കുറവായിരുന്നു. കാര്യം ബൈബിള് ഇതുപോലെ വ്യാഖ്യാനിച്ച് കൊടുക്കുകയോ വചനാധിഷ്ഠിതമായിട്ട് ജീവിതം ക്രമീകരിക്കുന്നതിൻ്റെ സാങ്കേതിക വശങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക മാത്രമല്ല, ആൾക്കാർ അപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങളുടെ കൂടെ ധ്യാനത്തിൽ പറഞ്ഞ രമ്യ വർഗീസൊക്കെ ഇതിൻ്റെ ഉസ്താദന്മാരാണ്. പക്ഷേ അവർ ആപ്ലിക്കേറ്റ് ചെയ്യും. എന്ത് സംഭവം കിട്ടിയാലും ആ വചനം, ഇപ്പം നോട്ട് ബൈ മെറിറ്റ് എന്തുമാത്രം സർവ്വജനീയമായി എല്ലാവരും നോട്ട് ബൈ മെറിറ്റ് പറയുന്നില്ലേ? പറയണവരാരാണ്? ഇത് കൂടുതലും വിദ്യാർത്ഥികളാണ്. മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത് പറയണത്. ഞങ്ങൾ അവസാനമേക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് നോട്ട് മെറിറ്റിലെ വർക്ക് ചെയ്തോ. അപ്പോൾ അവർ പറയാതെ ഞങ്ങൾക്ക് കണ്ണു പറയാം. എന്ന് വെച്ചാൽ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എന്നെക്കൊണ്ട് വയ്യ, ഇത് നോട്ട് ബൈ മെറിറ്റിലെ വർക്ക് ചെയ്തോ കേട്ടോ, അമ്മ ഇടപെട്ടിലേക്ക് നടക്കത്തില്ല. അപ്പം ആ ഉടമ്പടിയുടെ കാമ്പ് എടുത്തിട്ട് തന്നെ അവർ പ്രേയറാക്കി മാറ്റും. ഇനി അവരുടെ തന്നെ അമ്മയോട് ഡിസ്കസ് ചെയ്യാനുള്ള ആംബിയർ കൂട്ടാൻ വേണ്ടി എന്നാ അവർ ചുറ്റും നടന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. ആ രമ്യ വർഗീസും 3 കുഞ്ഞുങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അവരോട് ഞാൻ 25 കിലോമീറ്റർ ഞാനെൻ്റെ കുഞ്ഞുങ്ങളും പോയി പത്രം കൊടുത്തോണ്ടിരിക്കുമെന്നു. ആ കുഞ്ഞുങ്ങളോട് നടന്നിട്ട്, ചെറിയ കുഞ്ഞുങ്ങളാണ്, നടക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർ 25 കിലോമീറ്റർ പോയി നടന്നു പോയി പത്രം കൊടുക്കുക. അപ്പോൾ എന്താ പ്രശ്നം? അതിന് വരുന്ന വിഷയമായിട്ട് പത്രം കൊടുത്തു എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ദൈവത്തിന് ഒരു ഉറപ്പായിട്ടുള്ളൊരു പാറയായിട്ട് നമ്മൾ മാറുകയാണ്. കാര്യം ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുന്നതിലേക്ക് 10 ദിവസം കൊണ്ട് ഈശോ പറഞ്ഞത്, ഈ പാറമേൽ എൻ്റെ പള്ളി പണിയും. അപ്പൊ ആ വചനം എടുത്തേ, മത്തായി 16:18. മത്തായി 16:18. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പൊ ഇന്ന് വിഷയം എന്താ? ഈ പാറമേൽ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം. നമുക്ക് ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പായിരുന്ന വെള്ളത്തിൽ ദൈവം കൊണ്ടുവന്ന് പെയിന്റ് അടിക്കത്തില്ലെന്നൊക്കെ അറിയാമല്ലോ. ഐസ് പെയിന്റ് അടിക്കണമെന്ന് കേട്ടിട്ടില്ലേ? ഐസ് പെയിന്റ് അടിച്ചാൽ ഇപ്പോൾ ബ്രഷ് എടുക്കുമ്പോൾ തന്നെ അത് ഉരുകിപ്പോവും. അപ്പം ദൈവം ഇങ്ങനെ ഐസ് കെട്ടിലൊന്നും പെയിന്റ് അടിക്കത്തില്ല. അപ്പം നിങ്ങൾ ഐസായി ഇങ്ങനെ മാറി മാറി ലക്ഷണം മാറുന്ന ആൾക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം വർക്ക് ചെയ്യത്തില്ല. ദൈവം പറഞ്ഞ എന്താണ്? ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ഇപ്പം രമ്യ വർഗീസ് ഒരു പാറയാണ് ശരിക്കും പറഞ്ഞാൽ. രമ്യ വർഗീസ് ഭർത്താവിൻ്റെ അസുഖത്തിന് അവരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊമിനിക്കിനോടും വൈഫിനോടും പറഞ്ഞ പോലെ തന്നെ രമ്യ കൃപാസൻ ചവിട്ടിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞ്, മകളെ ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണം. അപ്പം രമ്യ ഉടനെ വിവേചിച്ചു, ഇത് അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട സന്ദേശമാണല്ലോ, അപ്പം അമ്മയാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അമ്മ അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ലല്ല, അതുകൊണ്ട് നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന്. ഉടമ്പടി എടുത്തിട്ട് രമ്യ വർഗീസ് ഭർത്താവിനെ എന്നെ കാണിക്കാൻ വന്നു. അപ്പം ഞാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച്. അപ്പം രമ്യ സാക്ഷ്യം പറയണത്, അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് പന്തികേട് തോന്നിക്കാമായിരിക്കും, അച്ഛൻ എന്നെ തട്ടിയെന്ന്. അച്ഛൻ ഇങ്ങനെ എൻ്റെ ഭുജത്തിൽ ഇങ്ങനെ തട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ്,
കർത്താവിൻ്റെ ഹിതം എന്താണ്, അത് നീ സ്വീകരിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ഹിതം, എൻ്റെ ഭർത്താവ് പിറ്റേ ആഴ്ച മരിച്ചുപോയി, കർത്താവിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് പറഞ്ഞ ദുരന്തം ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഞാനത് ഏറ്റെടുത്ത്. അതാണ് ഈ പാറയെന്ന് പറഞ്ഞ സാധനം. അല്ല, ഞാനത്ര പ്രാർത്ഥിച്ചതാണ്. ഞാനിപ്പോൾ പണ്ട് ഓർക്കൊണ്ടേ, ഞാൻ ഒരു വീട്ടിലൊരു മരിപ്പിന് ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഒരു വീട്ടിൽ, ഓട്ടോറിക്ഷയിൽ ലോറി ഇടിച്ച് മരിച്ചു. എൻ്റെ ഇടവക്കാരനാണ്. അപ്പോൾ അവനിങ്ങനെ മരിച്ച് കുരിശൊക്കെ പിടിച്ച് അവൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി ഒപ്പിസിയല്ലേ, എല്ലാവർക്കും ദുഃഖമുണ്ട്. കാര്യം നാട്ടുകാരനാണ്, അറിയാവുന്ന ആളായതുകൊണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ ചേടുത്തി അവൻ്റെ അമ്മ പറഞ്ഞേ, എൻ്റെ അച്ഛാ, എത്ര കുരിശിട്ട് ഞാനിവിടെ കിടത്തി ഉറക്കിയതാണ്, അവസാനം അവൻ കുരിശി പിടിച്ച് കിടക്കുകയാണ്. നമ്മളെ ചെറുപുറത്തൊക്കെ ചെല്ലുമ്പോൾ ചേടുത്തിമാരുടെ പാട്ടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ആ മകൻ കിടക്കാൻ നേരത്ത് കുരിശിട്ടെന്ന് കാണുമ്പോൾ ഈ അമ്മ പറയണതേ, അച്ഛനെ തോട്ടി ദൈവത്തിനെ ഉപദ്രവിക്കാൻ അവരുടെ ഉദ്ദേശം. അച്ഛനൊരു പ്രതിനിധിയോടെ വന്നിരിക്കണമല്ലേ ദൈവത്തിൻ്റെ. അപ്പം അച്ഛനെ തോട്ടി ദൈവത്തിനെ ഒളിഞ്ഞ് ഈ ബാല്യ അമ്പെയ്ത പോലുള്ള ഈ അമ്പെയ്ത്താണ് സംഭവം. ഒരു ദുഃഖം വരുമ്പോൾ ഈ വില്ലാളി വീരത്തികളൊക്കെ വരും. ഒരു ദുഃഖം വരുമ്പോൾ അവരതിനാൽ അവർക്ക് തീരുമാനമാവും. എന്താ കാര്യം? ഇങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ ഒരു സ്ഥലത്ത് ദൈവം ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. അതാണ് ഈ പാറമേൽ. ഏത് പാറയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഉടമ്പടി പാറയാണ്. എന്ത് പറയണത്? അത് എടുത്തേ. മത്തായി 7:24. മത്തായി 7:24. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുമെന്ന് പറയുമ്പോൾ ഈ പാറ ഏതാണത്? എൻ്റെ വചനം ഈ 7:24 പാറയും മത്തായിയുടെ സുവിശേഷത്തിൽ ഏതാണത്? എൻ്റെ വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറയാണെന്ന്. അപ്പോഴേ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരല്ലേ ഉടമ്പടിയിലുള്ളത്. അല്ലെങ്കിൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്നവരാണല്ലോ ഉടമ്പടി എടുക്കണത്. അപ്പോൾ ഉടമ്പടി ജീവിക്കുന്നതിലൂടെ നമ്മൾ പാറയായി മാറുകയും ആ പാറമേൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പണിയും. നീ ഒരു പാറയാകാൻ വേണ്ടിയുള്ള ദൈവവിളിയാണ് ഉടമ്പടി നമ്മുടെ മുമ്പിൽ നീട്ടുന്നത്. അതനുസരിച്ച് അറിഞ്ഞ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.